നമ്മൾ പായസം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇത് തിരുവോണ ദിവസമാണ്. കാലത്ത് എഴുന്നേറ്റ് പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞ് പായസം ഉണ്ടാക്കാൻ പോകണ്ട. ആദ്യം തന്നെ നെയ്യിലുള്ള അടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്ത് കൊടുക്കാൻ വെച്ച് റോസ്റ്റ് ചെയ്യാൻ വെച്ചാണ്. അപ്പോൾ അതെ നമ്മൾ സേമിയ ഒന്ന് വറുത്ത് കഴിഞ്ഞ് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഇങ്ങനെ പാൽ ഒഴിച്ചുവിടാം. 2 പാക്കറ്റ് പാലും പിന്നെ കുറച്ച് 1 ലിറ്ററോളം വെള്ളം കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. 1 ലിറ്റർ ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അത്യാവശ്യം ഇതിപ്പോൾ ഒരു വെന്ത് കിട്ടാവുന്ന രീതിയിലുള്ള ഇത്രത്തോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ കിടന്ന് കുക്കായി നന്നായി അവിടെ പാലൊക്കെ ഒന്ന് തിളച്ച് ചേർക്കാം. സാധാരണ നമ്മൾ എല്ലാ ഓണത്തിനും പാലടയാണ് വയ്ക്കാറ്. മിക്സഡ് പാലട ഉണ്ടല്ലോ, അതാണ് വയ്ക്കാറ്. ഇപ്പോൾ ഈ പ്രാവശ്യം ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വേറെ പായസം ഏതെങ്കിലും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ നമ്മൾ അടപ്രഥമൻ വയ്ക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായത്. അടപ്രഥമൻ ഇവിടെ കുറേ പേർക്ക് ഇഷ്ടമില്ല എന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ അത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ മാറ്റി കടയിൽ പോയപ്പോൾ ആദ്യം കണ്ടത് സേമിയാണ്. സേമിയ കൊണ്ട് എടുത്തിട്ട് പോകുന്നു. ഈ പ്രാവശ്യം ഓണത്തിന് സേമിയ വെക്കാൻ വെച്ചു. ഏകദേശം സദ്യക്ക് ആവശ്യമുള്ള കറികളൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അധികം കറികളൊന്നുമില്ല. സാമ്പാർ, പിന്നെ ഒരു കൂട്ടുകറി ഉണ്ട്, മോരുകറി ഉണ്ട്, അവിയൽ, പിന്നെ അവിയൽ, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വേറെ കൂടുതലായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ഇഞ്ചമ്പുളി അച്ചാർ ഇന്നലെ തന്നെ ഉണ്ടാക്കി വെച്ചെന്ന് പറഞ്ഞല്ലോ. അതൊക്കെ തന്നെ ഉള്ളൂ. ഒരുപാട് ഓവറായിട്ടുള്ള കറികളൊന്നുമില്ല. ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് വേണം എനിക്കിനി എൻ്റെ വീട്ടിൽ പോകാനായിട്ട്. അപ്പോൾ അത് ഒന്ന് പായസം റെഡി ആയി കഴിഞ്ഞാൽ തന്നെ പോയി ഒന്ന് കുളിക്കണം. കുളിച്ച് ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞാൽ 12 മണിയാകുമ്പോൾ ഫുഡ് കഴിക്കണം പറഞ്ഞാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് പോകണം. പിന്നെ ഒരു ഇത്തിരി ടോർച്ചൊക്കെ ഉണ്ട്. മഴയായിരുന്നു, രാവിലെ നല്ല മഴയായിരുന്നു. നമ്മൾ പൂക്കളൊക്കെ ഇടുമ്പോൾ നല്ല മഴയായിരുന്നു. ഇപ്പം മഴയൊക്കെ മാറിയിട്ടുണ്ട്. ഇതാണ് ആ സമയമാകുമ്പോൾ ഇനി മഴ പെയ്യുമെന്ന് അറിയില്ല കേട്ടോ. കുറച്ച് ഏലക്കായ പൊടിച്ച് വെച്ചേക്കാം. ഏലക്കായ ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരില്ല. പഞ്ചസാര കൂടി ചേർക്കാം കേട്ടോ. പഞ്ചസാര ഞാൻ കണക്കൊന്നും നോക്കുന്നില്ല, ചേർക്കാണ്. നോക്കിയിട്ട് ഇടാണ്. നമ്മുടെ പായസം റെഡി ആയിട്ടാണ്. ഞാൻ അടുത്തൊന്ന് മാറ്റാൻ പോവാണ്. നമ്മുടെ തിരുവോണ സ്പെഷ്യൽ സേമിയ പായസം റെഡി. ഇനി ഞാൻ പപ്പടം വറുക്കാൻ പോകാണ്ട. പപ്പടം ഇപ്പോൾ സദ്യക്കായിട്ടാണ്. അപ്പോൾ അത്യാവശ്യം കുറച്ചധികം പപ്പടം വറുക്കണം. അപ്പോൾ പായസം ടേസ്റ്റ് ചെയ്ത് നോക്കാണ്ട്. അതെൻ്റെ ചേട്ടൻ എടുത്തുകൊണ്ട് പോവുകയാണ് എങ്ങനെയാണ് പായസത്തിന് ടേസ്റ്റ് ഉണ്ടോ എന്ന് അറിയാനായിട്ട്. അപ്പോൾ പപ്പടം വറുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു സ്പെഷ്യൽ ഡിഷും കൂടി ഉണ്ടാകുന്നുണ്ട്. വേറെ ഒന്നല്ല, എൻ്റെ ഒരു കടച്ചക്ക മാത്രമേ ഉള്ളൂ. ഒരു ചെറുതായിരുന്നു. അപ്പോൾ അത് എന്തായാലും നമുക്ക് തോരനൊന്നും വെക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് വെച്ചിട്ട് ഒരു കൊണ്ടാട്ടം പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതൊന്ന് വെളിച്ചെണ്ണയിലിടന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കടച്ചക്ക ഫ്രൈ ആണ് കേട്ടോ. നമ്മുടെ സദ്യയിലൊരു വിഭവമാണിത്, കടച്ചക്ക ഫ്രൈ. അപ്പോൾ ഇതിലേക്ക് ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ സദ്യ കഴിക്കാനായിട്ട് ഇരിക്കാണ്ട. ഇതാണ് നമ്മുടെ വിഭവങ്ങൾ. പറ ഹാപ്പി ഓണം കൂടി പറഞ്ഞു വെച്ചാൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.